അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കുട്ടി ആത്മഹത്യ ചെയ്തു. ഇത് ആദവനാട് ഭാഗത്തുള്ളതാണ്. ഇവൾക്ക് എന്ത് പറ്റി? ഇവൾക്കെന്നല്ല, ഇന്ന് ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികൾക്കൊക്കെ എന്ത് പറ്റി എന്നെല്ലാവരും ചോദിക്കും. എന്തെങ്കിലും ഒരു കാരണങ്ങൾ പറയും. അത് മരണത്തിന് കാരണമുണ്ടാകും, എന്തെങ്കിലും ഒരു കാരണം. അതുകൊണ്ട് തന്നെയാണ് മരിക്കുക. പക്ഷേ ആ കാരണം മരണം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അത് പാടില്ല എന്ന് അറിയാം. പക്ഷേ ഈ കുട്ടികൾക്ക് ഈ ആത്മഹത്യയെക്കുറിച്ച് ഒന്നും അറിയില്ല. ഈ ആത്മഹത്യ ചെയ്താലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആത്മഹത്യ ചെയ്തവർ ഖിയാമത്ത് നാൾ വരേക്കും അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് തന്നെയായിരിക്കും അവർ മരണശേഷം ഉണ്ടാകുന്ന അവസ്ഥ അവർക്ക്. ഈ മരിക്കുന്ന അപ്പോൾ ചില ആളുകൾ ചിന്തിക്കും, ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ചില ആളുകൾ ചിന്തിക്കും, ആത്മഹത്യ ആ ഷഹാദത്ത് കലിമൊക്കെ ചെല്ലിട്ട് ഈമാൻ കിട്ടി മരിക്കണം, കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കണം, എന്നാൽ അവൻ രക്ഷപ്പെട്ടു, സ്വർഗാവകാശിയായി എന്നൊക്കെയല്ലോ. അപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണ്, ഞാൻ മരിക്കുമ്പോൾ അങ്ങോട്ട് കലിമയൊക്കെ ചൊല്ലിട്ട് കയറിൽ തൂങ്ങി മരിച്ചാലോ, അല്ലെങ്കിൽ കലിമ ചൊല്ലിക്കൊണ്ട് വിഷം കുടിച്ച് മരിച്ചാലോ എന്ന് ആണ് അവൻ ചിന്തിക്കുന്നത്. എന്നാൽ അത് ശരിയാവില്ല. മരണം നജസായ രീതിയിലാണ്, മോശപ്പെട്ട രീതിയിലാണ്. മരണത്തിൽ അവൻ ഈമാനില്ലാതെയാണ് മരിക്കുന്നത്. അത് ഇനി എങ്ങനെയാണെങ്കിലും അതേ സ്ഥാനത്ത് ഒരാൾ കൊല്ലുകയാണ്, നമ്മളെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കുക. ഈ സമയത്ത് അവൻ്റെ മരണം നല്ല മരണം തന്നെയാണ്, ഈമാൻ കിട്ടിയാണ് മരിക്കുക. കാരണം അവനിക്ക് ഷഹാദത്ത് കലിമ ചെല്ലാൻ കഴിയും, മറ്റവർക്ക് കഴിയില്ല. കയറുമ തൂങ്ങുന്നവൾക്ക് കലിമ ചെല്ലാൻ കഴിയുകയില്ല. കാരണം അവൾ കയറ് കെട്ടിയിട്ട് തൂങ്ങുന്നതിന് മുമ്പ്, ഉറക്കുന്നതിന് മുമ്പാണ് കലിമ ചൊല്ലിയിട്ടുള്ളത്. അങ്ങനെ പോരാ, തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തുന്ന അവസരത്തിൽ മാത്രം ചൊല്ലുന്ന കലിമക്കാണ് മരണം പവറായിട്ടുള്ളത്. മരണം രക്ഷപ്പെട്ട മരണം, സ്വർഗാവകാശിയായിട്ടുള്ള മരണമുള്ളത്, ഈമാനുള്ള മരണം. തൊണ്ടക്കുഴിയിൽ മൗത്തെത്തുമ്പോൾ കലിമ അവൻ്റെ കൽബിൽ വേണം. ഇതതില്ല. കയറ് കെട്ടി കഴുത്തിൽ കങ്ങോട്ട് മുറുകിക്കഴിഞ്ഞാൽ പിന്നെ ആ തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തുന്നില്ല. ആ സമയത്ത് അവനക്ക് എത്തും, ആത്മാവ് എത്തുമ്പോൾ അവനക്ക് മിണ്ടാൻ കഴിയുന്നില്ല. അവിടെ കലിമ ചെല്ലാനല്ല, ഒന്നിനും കഴിയില്ല. കാരണം ബ്ലോക്കായില്ലേ, ഞരമ്പുകളും നാഡികളൊക്കെ ബ്ലോക്കായി. പിന്നെ സംസാരശേഷി ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്. സംസാരശേഷി ഉണ്ട് എങ്കിൽ ഈ കയറിൽ കിടന്നവൻ ഓടിടും, കലിമ എല്ലാനല്ല നിൽക്കുക, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയും. കാരണം മുറുക്കിൻ്റെ ശേഷമാണ് അതറിയുക, അതിൻ്റെ ബുദ്ധിമുട്ടറിയുക, രക്ഷപ്പെടാൻ തോന്നുക. കയറിൽ നിന്ന് രക്ഷപ്പെട്ട പലരും പറഞ്ഞിട്ടുണ്ട്, കയറ് പൊട്ടി വീണിട്ട് രക്ഷപ്പെട്ട പലരും പറഞ്ഞിട്ടുണ്ട്. ആ കയറങ്ങോട്ട് മുറുകുമ്പോഴാണ് പടച്ചോനെ വേണ്ടില്ല, രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കൽ. അപ്പോൾ ഈ ദുഃഖങ്ങളൊക്കെ മറന്ന്, എന്ത് നിരാശയായാലും, പ്രേമനൈരാശ്യമായാലും, ജീവിത നൈരാശ്യമായാലും, അല്ലെങ്കിൽ രോഗം കൊണ്ടായാലും, എന്തുകൊണ്ടായാലും ആത്മഹത്യ തിരഞ്ഞെടുക്കാൻ ഒരു ജീവിക്കും അധികാരമില്ല. ഇവിടെ മനുഷ്യൻ മാത്രമാണ് ആത്മഹത്യ ചെയ്യുന്നത്. മനുഷ്യൻ മാത്രമാണ് ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്താൽ ശരീരം നജസ്സാകും. അതുകൊണ്ട് ഈ ആത്മഹത്യ ചെയ്താൽ അവൻ നരകത്തിൽ പോകണം, സ്വർഗത്തിൽ കടക്കൂല, നരകത്തിൽ പോവാതെ സ്വർഗത്തിൽ കടക്കൂല എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നജസ്സായി മാറും. പിന്നെ ആ ശരീരത്തിന് ഒന്നിനും പറ്റൂല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോകളിൽ. പക്ഷേ ഇപ്പോൾ സന്ദർഭോചിതമായിട്ട് ഇടയ്ക്കൊന്ന് പറയണം. ഇത് പറയാഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പറയാഞ്ഞാൽ കേൾക്കൂല. നമ്മളെ കുട്ടികളെങ്കിലും കേട്ടെങ്കിലോ. ഇന്നിപ്പോൾ ഈ ആത്മഹത്യയെക്കുറിച്ച് നമ്മുടെ ക്ലാസ്സുകളിലൊന്നും പഠിപ്പിക്കുന്നില്ല. ചെറിയ ക്ലാസ്സുകളിൽ ഇതിൻ്റെ പഠനം എപ്പോഴാണ് കിട്ടേണ്ടത്? കുട്ടികൾക്ക് നേരത്തെ കിട്ടണം. ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യയെക്കുറിച്ച് നേരത്തെ കുട്ടികൾ പഠിക്കണം, ആദ്യം തന്നെ പഠിക്കണം. എന്നാലേ ആ പഠനം കുട്ടികളിൽ ഫലിക്കുകയുള്ളൂ. മുസ്ലിം കുട്ടികളാണ് കൂടുതലും ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്ന് കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പഠിപ്പിക്കുന്നില്ല. മദ്രസകളിലാണെങ്കിലും അവർ അറബി കോളേജിലൊക്കെ എത്തുമ്പോഴാണ് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ക്ലാസ്സുകൾ എത്തുന്നത്. അങ്ങനെ അറബി കോളേജുകളിൽ പഠിച്ച കുട്ടികളൊന്നും ആത്മഹത്യ ചെയ്യുന്നതൊന്നും കാണാനില്ല. അങ്ങനെ ഇസ്ലാമികമായിട്ട് കൂടുതൽ പഠിച്ചവരും ഇസ്ലാമിക ചിട്ടകളിൽ നടക്കുന്ന പെൺകുട്ടികളൊന്നും ആത്മഹത്യ ചെയ്യുന്നത് കാണാനില്ല.
പിന്നെ ഏതാണ് കുട്ടികൾ? ഇപ്പോൾ ഇന്ന് ഈ കണ്ടില്ലേ, നിങ്ങളെ ഫോട്ടോയിൽ കാണിച്ച കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയൊക്കെ സാധാരണ ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. അവർക്കൊന്നും ഇസ്ലാമികമായിട്ടല്ല അവരുടെ കുടുംബങ്ങൾ അറിവ് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ ഇവരൊക്കെ അറിവ് കൊടുക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിന് മാത്രമാണ്. എന്നാൽ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഈ ആത്മഹത്യയെക്കുറിച്ച് കുട്ടികൾക്ക് ആദ്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. +1 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് തീർച്ചയായിട്ടും ആത്മഹത്യയെ പറ്റി ബോധ്യം ഉണ്ടാവണം. അതവർ വെറുതെ പഠിക്കണം, വെറുതെ പഠിച്ചു വെക്കണം. അവൾ ചെയ്യുമോ ചെയ്യില്ലേ എന്നല്ല, അവനും അവളും ഒക്കെ അത് പഠിച്ചു വെക്കണം. എന്നിട്ട് വേണം ജീവിതത്തിലേക്ക് നേരിടാൻ. ഒരു 10ാം ക്ലാസ്സിൽ എത്തുന്ന കുട്ടിയാണ് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അത് അവളുടെ അല്ലെങ്കിൽ അവൻ്റെ കാലെടുത്ത് വെക്കുന്ന പ്രായമാണ്. അവിടെ പഠനം അവർക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുന്ന പഠനങ്ങൾ കിട്ടുമോ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ രക്ഷിതാക്കളെ ഇസ്ലാമികമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അതിനുള്ള വഴികൾ രക്ഷിതാക്കൾ ഉണ്ടാക്കണം. ഇതൊന്നുമില്ല. പിന്നെ വെറുതെ ആത്മഹത്യ ചെയ്തവരെ കുറ്റം പറയുക, അവർ ചെയ്ത കുറ്റം അവൾ തെറ്റാണ് ചെയ്തത്, അവൾക്ക് മരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുക, അതൊക്കെ നമ്മുടെ നാവിന് ദോഷമുണ്ടാക്കുന്നതാണ്. നമുക്കൊരിക്കലും അങ്ങനെ പറയാനുള്ള അധികാരമില്ല. ഒരു മനുഷ്യനിക്കും മരിക്കാനുള്ള അധികാരം ഇവിടെയില്ല. അല്ലാഹു തആല തരുന്നത് എന്തും സഹിച്ച് ജീവിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെ തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യൻ തീർച്ചയായിട്ടും സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനും സ്വർഗത്തിൽ വസിച്ചിരുന്നവനുമാണ്. പിന്നെ ഒരു സൃഷ്ടി സ്വർഗത്തിൽ മാത്രം ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ മാത്രം ഇങ്ങനെ കഴിയാൻ പറ്റുമോ? ഇല്ല. അവൻ എന്തെങ്കിലും പണിയെടുത്തിട്ട് അതിന് കൂലിയായിട്ട് സ്വർഗം വാങ്ങണ്ടേ? അതാണല്ലോ ന്യായം. അല്ലാഹു തആല ആ ന്യായത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചയക്കുന്നത്. മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച് എത്തിച്ച ശേഷം ഇവിടെ നിന്ന് അവൻ പറയപ്പെട്ട കുറച്ച് ഇബാദത്തുകളൊക്കെ ചെയ്ത് അവനിക്ക് ആരാധനകളും നന്ദികളൊക്കെ അർപ്പിച്ച് എന്നിട്ട് അവനിക്ക് സ്വർഗം നൽകുകയാണ്. പിന്നെ അവനൊന്നും ചെയ്യണ്ട. പിന്നെ അവന് ആരാധനകളൊന്നും അർപ്പിക്കേണ്ടതില്ല. പിന്നെ അവനെനിക്ക് നിബന്ധനകളൊന്നുമില്ല. പിന്നെ അവൻ സുഖിച്ച് സന്തോഷിച്ച് ജീവിക്കുകയാണ്. അല്ലാതെ സ്വർഗത്തിന് എന്ത് അർത്ഥമാണുള്ളത്? എന്തൊരു സാധനം നമുക്ക് കിട്ടണമെങ്കിലും അത് നേടിയെടുക്കുക എന്നുള്ളൊരവസ്ഥയുണ്ട്. വെറുതെ നമുക്ക് അങ്ങനെ അതുമൂലം മാത്രം നമ്മളങ്ങനെ ഉണ്ടാവില്ല. അതാണ്. അഥവാ ഇനി സ്വർഗത്തിൽ തന്നെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്നു നോക്കാൻ നമ്മൾ ആഗ്രഹിക്കും. അത് മനുഷ്യൻ്റെ ഒരു ബുദ്ധിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ആത്മഹത്യ, ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഈ ആത്മഹത്യകളെക്കുറിച്ച് കുട്ടികൾക്ക് യാതൊരു ബോധവുമില്ല. ആത്മഹത്യ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഷഹാദത്ത് കലിമ ചെല്ലാൻ കഴിയുകയില്ല എന്നതാണ് സത്യം. തൊണ്ടക്കുഴിയിൽ മൗത്തെത്തുന്ന സമയത്താണ് എന്ത് വേണ്ടത്? റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചൂരുന്ന സമയത്തൊക്കെയാണ് നമുക്ക് കലിമ നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത്. ഇവിടെ റൂഹ് വലിച്ചൂരി ഒരാൾ കയറുമിങ്ങനെ തൂങ്ങുന്ന സമയത്ത് അത് ചാവുന്നില്ല. കാരണം ചാവാൻ റൂഹ് ഫുള്ള് എടുക്കണമല്ലോ, അവിടെ നിങ്ങളുടെ ഊരി എടുക്കണമല്ലോ ഫുള്ളായിട്ട്. അപ്പോൾ ആ സമയത്ത് അവൻ്റെ ഹൃദയം വർക്ക് ചെയ്യൂല. കാരണം ഇവിടെ വേദനയായിരിക്കും, ചങ്കിൽ ഇത് മുറുകുമ്പോൾ വേദനയായിരിക്കും. അപ്പോൾ ഹൃദയം വർക്ക് ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് കലിമ ചെല്ലാൻ കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മയ്യിത്ത് നജസായി. ഇനി അഥവാ ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കലിമ ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. നമ്മളെ കണ്ണിൽ അവൻ ആത്മഹത്യ ചെയ്തു. ഇവിടെ ആത്മഹത്യ ചെയ്തവരെ നമ്മൾ ഈ മേഖലകളിൽ നിർത്തണം നമ്മളെ. അതായത് പെട്ടെന്ന് നമ്മൾ അടിച്ചാപേക്ഷി അവന് ഭയങ്കര നരകാവകാശി എന്നൊന്നും പറയാൻ പാടില്ല. നരകാവകാശിയാണ് എന്നല്ലാതെ അവൻ കാഫിറാണെന്നൊന്നും പറയാൻ പാടില്ല. അല്ലെങ്കിൽ പേച്ചു പോയി അങ്ങനെയൊന്നും പറയാൻ പാടില്ല. വല്ലാതെ കുറ്റം പറയാനൊന്നും പാടില്ല. കാരണം ചിലർക്കത് ആ ജീവൻ കയറിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. കയറിൽ നിന്ന് പൊട്ടി വീണ ശേഷമായിരിക്കും ജീവൻ പോയിട്ടുണ്ടാവുക. അപ്പോൾ അവനിക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. ഏതായാലും കഴിയില്ല എന്നതാണ് കൂടുതലും ഭാഷ്യം. പിന്നെ ആത്മഹത്യ വിഷം കുടിച്ചിട്ടാണ്. ഈ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുമ്പോൾ എന്താണ്? വിഷം കുടിക്കുമ്പോൾ ഷഹാദത്ത് കലിമ ചെല്ലിങ്ങാണ്ട് വിഷാണ്ട് കുടിച്ച് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ മൗത്ത് തുടങ്ങണമല്ലോ, മരണം തുടങ്ങണം. ആ സമയത്താണ് ഇവിടെ കലിമക്ക് സ്ഥാനമുള്ളൂ. അപ്പോൾ ഇവന് വിഷം കുടിച്ചതിന് ശേഷമാണ് മരണം തുടങ്ങുന്നത്. അപ്പോൾ ഇവൻ്റെ ആത്മാവ് അപ്പോൾ ഇവൻ കിടന്ന് പെടയാണ്. അപ്പോൾ ഇവൻ്റെ ആത്മാവ് ഊരുമ്പോൾ അവൻ്റെ തൊണ്ടക്കുയിലെത്തുമ്പോൾ അവനക്ക് അപ്പോക്കിന് ഇവിടെ യന്ത്രങ്ങളൊക്കെ ബ്ലോക്കായി. ഇത് ചെല്ലാനുള്ള യന്ത്രങ്ങളുണ്ടായി, ആ യന്ത്രങ്ങളൊക്കെ ബ്ലോക്കായി. പിന്നെ എങ്ങനെ അവൻ കലിമ ചെല്ലുക? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയണ്ടേ? ചുരുങ്ങിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നെങ്കിലും പറയാൻ കിട്ടണ്ടേ? ഒന്നും കിട്ടുന്നില്ല. ഒന്നും അവനക്ക് കഴിയില്ല. കാരണം അവൻ പെടയാണ്. അപ്പോൾ വിഷം കുടിച്ച് മരിക്കുന്നവരങ്ങനെ.
ഇനി ഒരാൾ കൊല്ലുകയാണെങ്കിൽ മാത്രം അവനിക്ക് ചിലപ്പോൾ കലിമ ചെല്ലാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ കൊല്ലാൻ വരുന്ന ആൾ കഴുത്തിൽ ചങ്കിട്ട് മുറുക്കുമ്പോക്കിന് ഈമാനുള്ള ഒരാളാണെങ്കിലേ ഒരാൾ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കാണ്ട് വരുമ്പോക്കിന് മുറുകുമ്പോക്കിന് അവൻ കലിമ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വേഗം ചെല്ലും. കാരണം ഇവിടെ പോയാലും മരണമാണ് എനിക്ക് വരുന്നത്. അപ്പോൾ എനിക്കിനി രക്ഷ അനശ്വര ലോകത്താണ്. അപ്പോൾ അവിടേക്കുള്ളത് വേഗം എടുക്കും. കാരണം അവൻ്റെ മനസ്സിലെപ്പോഴും ഈ ദിക്റുകൾ ഇങ്ങനെ ഉണ്ടേ. അപ്പോൾ അവനക്ക് ഫിക്ർ ഉണ്ടാവില്ല. ആ ദിക്റുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവനക്ക് ഫിക്റാവില്ല. അവിടെ അവൻ രക്ഷപ്പെടാനുള്ള വഴിയാണ് നോക്കുക. ഇവിടെ രക്ഷപ്പെടാനുള്ള മരിക്കുന്നവൻ രക്ഷപ്പെടാനുള്ള വഴി എന്താണ് നോക്കേണ്ടത്? പരലോകത്തുള്ള രക്ഷ, കലിമ ചെല്ലാൻ നോക്കുക. അതാണ് മരിക്കുന്നവൻ്റെ രക്ഷപ്പെടാനുള്ള വഴി. ജീവിച്ചിരിക്കുന്നവൻ്റെ രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? അള്ളാഹുവിനോട് തേട്ടം. ഇനി മറ്റൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഞാൻ ഇതൊക്കെ പാടെ പറയാനുള്ള ടൈമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നു. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മക്കൾക്കെതിരെയുള്ള പ്രാർത്ഥനയും സ്വീകരിക്കും എന്ന്. അപ്പോൾ ഈ മക്കൾ വാപ്പാരും ഉമ്മാരൊന്നും ഈ ആത്മഹത്യ ചെയ്യുന്ന ഇവരുടെ മക്കൾ ഉമ്മാരും വാപ്പാരൊന്നും പ്രാർത്ഥിക്കണില്ലായിരിക്കും, ദ്വാരക്കുന്നില്ല. എൻ്റെ മക്കളെ പടച്ചോനെ അവരെ എല്ലാ വിപത്തിൽ നിന്നും കാത്തു രക്ഷിക്കണേ, നല്ല മരണം അവർക്കും എനിക്കും തരണേ എന്നൊന്നും പ്രാർത്ഥിക്കുന്നില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല. ഇനി ഇസ്ലാമികമായിട്ട് ഈ കുട്ടികൾക്കൊന്നും ഇവർ നല്ല ഒരു പാഠം കൊടുക്കുന്നില്ല, വഴി കാണിച്ചു കൊടുക്കുന്നില്ല. കാരണം അറബിക് കോളേജിലും മറ്റും പഠിക്കുന്ന കുട്ടികളൊന്നും തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്യുന്നില്ല. അറിവുള്ള കുട്ടികൾ, ഇസ്ലാമികമായിട്ട് അറിവുള്ള കുട്ടികളൊന്നും ഈ ആത്മഹത്യ ചെയ്യുന്നില്ല. അറിവ് കുറഞ്ഞ കുട്ടികളാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്. അള്ളാഹു നമ്മുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കാത്തു രക്ഷിക്കട്ടെ ഇങ്ങനത്തെ വിപത്തിൽ നിന്ന്. അറിവ് കൊടുക്കാൻ വേണ്ടി ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.